2025 എന്ന വർഷം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ ഓരോ മനുഷ്യനും അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി പല വിധത്തിൽ അധ്വാനിക്കുന്നു. ബിസിനസ്സാകാം, അല്ലെങ്കിൽ ജോലിയാകാം, കാർഷിക മേഖലയാകാം, മത്സ്യബന്ധന തൊഴിലുകളിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഓരോ മനുഷ്യനും അവരുടെ ജീവിതമാർഗങ്ങൾ കണ്ടെത്തുന്നു. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർ അവരുടെ ജീവിതാവകാശങ്ങൾ നിറവേറ്റുന്നതിന് ശേഷം ഒരു നിശ്ചിതമായ തുക ഭാവിയിലെ സമ്പാദ്യത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നു. അങ്ങനെ മാറ്റിവെക്കപ്പെടുന്ന തുക ഒരുപക്ഷെ ബാങ്കിൽ നിക്ഷേപമാകാം, അല്ലെങ്കിൽ ചിട്ടികളാകാം, അതുമല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപമാകാം. ഇതിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം തരുന്ന മാർഗമെന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ലാഭം തരുന്ന നിക്ഷേപം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കലാണ്. പക്ഷേ 2025 സ്റ്റോക്ക് മാർക്കറ്റിലത്തെ നിക്ഷേപകർക്ക് 10% റിട്ടേൺ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് നയങ്ങളും രൂപയുടെ മൂല്യം ഇടിയുന്നതും, അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ബോണ്ട് മാർക്കറ്റിൽ നിന്നും അവരുടെ നിക്ഷേപം പിൻവലിക്കുന്നതും, അതുപോലെ തന്നെ US-ഉമായിട്ടുള്ള വ്യാപാര കരാറിൻ്റെ അനിശ്ചിതത്വം നീണ്ടുപോകുന്നതും എല്ലാം ഇതിനൊരു കാരണമാകും. അതുകൊണ്ട് 2026 ഒരു നല്ല വർഷമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.